നമ്മളെല്ലാവരും കുടിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ശീതള പാനീയമാണ് കൊക്കക്കോള എന്നത്. എന്നാൽ ഈ പറയുന്ന കൊക്കക്കോളയിൽ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ക്ലോറേറ്റ് എന്ന പേരുള്ള വിഷപദാർത്ഥം കൂടിയതിനെ തുടർന്ന് നിലവിൽ കമ്പനി ഉൽപ്പാദിപ്പിച്ച എല്ലാ കൊക്കക്കോളയും സ്പ്രൈറ്റും എല്ലാം കമ്പനി ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്? കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് കൊക്കക്കോള എന്ന കമ്പനി പല രാജ്യത്തുമുള്ള തങ്ങളുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള കൊക്കക്കോള, സ്പ്രൈറ്റ് എന്നിവയെല്ലാം കടകളിൽ നിന്നും മാളുകളിൽ നിന്നും എല്ലാമായിട്ട് തിരിച്ചെടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്നത് ഉയർന്ന അളവിൽ തന്നെ ക്ലോറേറ്റ് എന്ന പേരുള്ള ഒരു രാസവസ്തുവിന്റെ സാന്നിധ്യം കൂടുതലാണെന്നതിനാൽ തന്നെ എന്നൊരു കാരണത്തിലാണ് ഇതിനൊരു മറുപടിയായിട്ട് കൊക്കക്കോള എന്ന കമ്പനി പറഞ്ഞത്. ഇത്തരം ഒരു പിൻവലിക്കൽ വലിയ തോതിൽ തന്നെ പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും എല്ലാമായിട്ട് വലിയ തോതിൽ തന്നെ ജനപ്രീതി നേടിയെടുത്തിരുന്നു. ബെൽജിയം, നെതർലാൻഡ്, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ലക്സംബർഗ് എന്നീ 6 രാജ്യങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ 2024 എന്ന വർഷത്തിലെ നവംബർ മാസം മുതൽ വിതരണം ചെയ്തിട്ടുള്ള കൊക്കക്കോളയുടെയും സ്പ്രൈറ്റിന്റെയും ബോട്ടിലുകളും ക്യാനുകളും എല്ലാം ഇപ്പോൾ കമ്പനി നീക്കം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ കമ്പനി മടക്കിയെടുത്ത ഉൽപ്പന്നത്തിന്റെ അളവ് എത്ര എന്ന കാര്യത്തിൽ വ്യക്തമായ കണക്കുകൾ ഒന്നും ഇല്ല എങ്കിൽ പോലും കൃത്യമായിട്ട് അവരത് അതിന്റെ കണക്കുകൾ പുറത്തു വിട്ടിട്ടില്ല എന്നതാണ്. വെള്ളം ശുദ്ധിയാക്കാനും ഭക്ഷ്യവസ്തുക്കൾ സംസ്കരിക്കുന്നതിനും വ്യാപകമായി ഉപയോഗിക്കുന്ന ക്ലോറിനിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലോറേറ്റ് എന്ന സംയുക്തം ഭക്ഷണത്തിലും പാനീയങ്ങളിലും എല്ലാം എത്തുന്നത്. ക്ലോറേറ്റ് അടങ്ങിയിട്ടുള്ളവ കൂടുതൽ ഭക്ഷിക്കുന്നത് കുട്ടികളിലും അതുപോലെ തന്നെ ശരീരത്തിൽ അയഡിൻ കുറവുള്ള ആളുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും അതുപോലെ ശാസ്ത്ര ലോകവും ഇതുമായി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ക്ലോറേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളതിൽ വിറ്റുപോകാത്ത ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ കടകളിൽ നിന്ന് തിരിച്ചെടുത്തു എന്നതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും വലിയ അളവിൽ തന്നെ വിപണിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുത്തു എന്നതിനാൽ തന്നെ ഖേദം പ്രകടിപ്പിച്ച കൊക്കക്കോള എന്ന കമ്പനി തുടർന്ന് പറഞ്ഞത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉൽപാദന പ്ലാന്റിൽ എന്നത്തെയും പോലെ തന്നെ പതിവ് പരിശോധനയിൽ നിന്നാണ് അമിത ക്ലോറേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നതാണ് കമ്പനി ഇതുമായിട്ട് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.